ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംമേഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് സദ്യയുടെ സ്പെഷ്യലായിട്ടുള്ള ക്യാബേജ് തോരനും പരിപ്പ് കറിയും കുറച്ച് ഓണത്തിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ക്യാബേജ് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ക്യാബേജ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ തണ്ടൊക്കെ എടുക്കരുത്, ആ ഒരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ബാക്കി മൊത്തത്തിൽ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു കഷ്ണമാണ് തണ്ടായിട്ടുണ്ടായത്, അത് കളയാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 5-8 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും. ചെറിയ ഉള്ളിയെല്ലാം ചെറുതായിട്ട് അരിയണം, പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് ഇടുക. അതൊന്ന് രണ്ടായിട്ടൊന്ന് കീറിയിട്ടിടുക. അതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇടുക. എന്നിട്ട് എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. അത് കുറച്ച് ഉപ്പും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച് ക്യാബേജ് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ക്യാബേജ് വെക്കുമ്പോൾ എപ്പോഴും മീഡിയം തീയിലായിരിക്കണം. ഏറ്റവും ചെറിയ തീയിലും വെക്കരുത്, അതേപോലെ നല്ല ഹൈ തീയിലും വെക്കരുത്. എപ്പോഴും മീഡിയം തീയിൽ തന്നെ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അതേപോലെ ക്യാബേജിന് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാബേജ് ഇട്ടതിന് ശേഷം ആയി കിട്ടും. ആദ്യം 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് തുറന്നിട്ട് ഒന്നെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 3 പിടി തേങ്ങ ചെറുകിയതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റും കൂടി വെക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഒരു ചെറിയൊരു ചൂടാറിയതിന് ശേഷം മാത്രം മൂടി വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാബേജൊക്കെ വാടിപ്പോവും. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ക്യാബേജ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സദ്യയുടെ സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് കറി വെക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചനാ ഡാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ പരിപ്പ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് 1 കപ്പ് പരിപ്പെടുക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് അത് കുക്കറിലിട്ടിടാം. 1 ഗ്ലാസ് പരിപ്പിന്
ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇടുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സവാളയുടെ പകുതിയും 2 പച്ചമുളകും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. ഞാനിവിടെ ഒരു വലിയ പച്ചമുളകായതുകൊണ്ട് ഒരെണ്ണം ഇട്ടത്. എരിവിനനുസരിച്ച് 1-2 ഇടാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. സ്റ്റീം വന്നതിന് ശേഷം ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കാം. ഇപ്പം വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെക്കാം. വിസിലൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്, അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഒന്ന് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇത് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ കുറച്ച് ലൂസിൽ വേണം പരിപ്പുണ്ടാക്കാൻ. അപ്പോൾ ചൂടൊക്കെ ആറി വരുമ്പോൾ കറക്റ്റ് പാകമായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ഉണ്ടാക്കിയ ചെറിയൊരു സദ്യയും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.